ഹേ ഗായ്സ്, അപ്പം ന്യൂ ഇയർ ആയിട്ട് എന്താ എല്ലാവർക്കും പരിപാടി? ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇന്ന് ചായ ഉണ്ടാക്കണം, ഇന്ന് ചായ ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആരുണ്ണീട്ട് ഉണ്ടാക്കുമെന്നില്ലല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ചായ ആക്കിയിട്ടുണ്ട്. അതാ ദോശ കേട്ടോ, അരിദോശയാണ്. അതിന് നല്ല മീൻകറി ഉണ്ട്. അരിദോശ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയ പാനിൽ നിന്ന് ഇങ്ങനെ താനേ അങ്ങ് പോകുന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി മക്കൾ മദ്രസിലോട്ട് പോയി ജിമ്മിലോട്ട് പോകുന്ന വഴി കേട്ടോ. എൻ്റെ മോനെ എന്താല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര കോടയാണ് കേട്ടോ. നമ്മളെ വയനാട്ടിലൊക്കെ പോകുമ്പോഴുള്ള കോടയില്ല, അതുപോലെ തോന്നി. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ തണുപ്പുമാണ്, എന്താ പറയുക, ജലദോഷം പനിയൊന്നും അങ്ങ് വിട്ട് മാറുന്നില്ല. അങ്ങനെ ജിമ്മിൽ പോയപ്പോൾ ഇന്ന് അവിടെ എന്താ പറയുക, ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ് ആയിരുന്നു മെയിനായിട്ട്, വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ ബർത്ത്ഡേക്ക് അല്ലാണ്ട് ന്യൂ ഇയറിന് ഞാനൊരു കേക്ക് മുറിച്ചതായിട്ടും കഴിച്ചതായിട്ടും ഒരു ഓർമ്മ എനിക്കില്ല കേട്ടോ. എന്തായാലും ഒരു പീസ് കേക്കും കഴിച്ച് ബാക്കി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലെത്തി ദോശയും മീൻകറിയൊക്കെ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ പണി തുടങ്ങി. മുട്ട അതിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. ഉപ്പിട്ടുങ്ങാണ്ട് ചോറ് വെക്കുക. അപ്പോൾ മുട്ട അതിൽ തന്നെ ഇട്ട് കുഴപ്പമില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങാണ്, പരിപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് മാത്രമാണ്. പിന്നെ അയില പൊരിക്കാണ്ട് അങ്ങനെ ഇതാ ചോറ് വെന്തു. അങ്ങനെ ചോറ് വാർത്തതിന് ശേഷം ഇതാ ഉരുളക്കിഴങ്ങ് വെച്ച്, അങ്ങനെ ഉരുളക്കിഴങ്ങ് വെന്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കട്ടോ. ഒന്നായിട്ട് ഉടയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ തേങ്ങ അരച്ച് പാരുമല്ലോ, പച്ചക്കറിക്കൊക്കെ വരുന്ന മാർക്ക് തന്നെ ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എന്താ പറയുക, വെളുത്തുള്ളി ഇടുക. കാരണം ഉരുളക്കിഴങ്ങല്ല, അതുകൊണ്ട് വെളുത്തുള്ളി, ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ വെളുത്തുള്ളി ഇടുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം പോലെ എന്തായാലും കറിക്കൊരു കട്ടി ഉണ്ടാവും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നോക്കിങ്ങാണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സാധാരണ പോലെ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ മെയിനായിട്ട് എനിക്ക് പച്ചക്കറി വെക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ തൂമിക്കലാട്ടോ. ആ കടുകും ആ കറിവേപ്പിൻ്റെ മുളകൊക്കെ ഇട്ടുമ്പോൾ തൂമിച്ചൊരു മണം വരില്ല. ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ പച്ചക്കറി സെറ്റായിട്ടുണ്ട്. ഇന്ന് ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പച്ചക്കറിയും ചോറും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ എൻ്റെ ചോറ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് ആ ചോറ് വേറെ പാത്രത്തിലോട്ട് മാറ്റി ആ ചെമ്പിൽ തന്നെ ചോറും വെച്ചതാണ്. കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോഴത്തേനും മീനിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ മീൻ കായൊക്കെ തേച്ച് വെച്ച് പൊരിക്കാനൊക്കെ ഇട്ട് അതിനിടയിൽ കൂടി ഇതൊക്കെ ആയതിനു ശേഷം പിന്നെ ഇക്കാക്ക വന്ന് ചോറൊക്കെ കഴിച്ച് പോയിട്ടോ. എന്നിട്ടും ചോറ് വന്നിട്ടില്ല. എന്താ പറയുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മധുരക്കിഴങ്ങ് ഉണ്ടേനു, അത് വൈകുന്നേരത്തെ ചായക്കാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ കയ്യോടങ്ങ് പുഴുങ്ങിട്ടോ. കുക്കർ ഒഴിവില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ആക്കി. അപ്പോൾ അതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് അത് ഉരുളക്കിഴങ്ങ് കറിയും ചോറും മീൻ പൊരിച്ചതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഉണക്കമുളക് പൊരിച്ചതൊക്കെ ഉണ്ട്, തൈര് മുളക് ഉണ്ട്, അതും പഴയ മീൻ കറിയൊക്കെ ഉണ്ട്. ന്യൂ ഇയർ ആയിട്ട് ഇനി ഇപ്പോൾ പഴയ ചട്ടിയൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇനി എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടോ. ഒക്കെ സെറ്റായി, പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റ, ബൈ ബൈ.